അടുത്ത എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ കാണുന്നവരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോഴേ ഇന്നൊരു മുട്ട അവിയലാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, 2 തക്കാളി, 1 സവോള, എരിവിനനുസരിച്ച് 2-3 പച്ചമുളക്, പിന്നെ അതുപോലെ തേങ്ങ ചിരകിയത്, ജീരകം, ചെറിയ ഉള്ളി, ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ പൊടികൾ ഒരല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പുപൊടി, ഇത്രയും സാധനങ്ങൾ ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഞാൻ കാണിച്ച അത്രയും സാധനങ്ങൾ, അതായത് ഉരുളക്കിഴങ്ങ്, മുട്ട, പഴുത്ത തക്കാളി, സവാള, പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ച് ഒരു 3 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അല്പം ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഒന്നിച്ച് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞ് പൊടികളും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങും മുട്ടയും വെന്തതാണെങ്കിലും നമ്മുടെ ഉള്ളിയും തക്കാളിക്കായും ഒന്ന് വേകാനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് ഗ്യാസിലോട്ട് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അവിയലിൻ്റെ അരപ്പ് ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി, ജീരകം, തേങ്ങ ഇത്രയും ഒന്നിച്ച് നന്നായി അവിയൽ നരയ്ക്കുന്ന ഒരു പരുവമുണ്ടല്ലോ, നന്നായി അങ്ങ് അരിഞ്ഞ് പോകേണ്ട, എന്നാൽ അരിയുകയും വേണം. ആ ഒരു പരുവത്തിൽ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതോടെ നമുക്ക് ആ മുട്ടയവിയൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കും. മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ ഇളക്കിയാൽ മുട്ടയെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിങ്ങനെ അടച്ചു വെച്ച് വെള്ളമൊക്കെ പറ്റി വെന്ത് വരട്ടെ. അവിയൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്പം വാളംപുളി പിഴിഞ്ഞ് ചേർക്കാം. പച്ച വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് അല്പസമയം അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കും.